ഏഷ്യാനെറ്റ് പ്രേക്ഷകരിൽ പലരും ബിഗ് ബോസ് മലയാളം സീസൺ 7 കാത്തിരിക്കുന്നവരാണ്. എന്നാൽ സംഗതികൾ ആകെ മാറിയിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം ഏഷ്യാനെറ്റിലെത്താൻ പ്രേക്ഷകർ കുറെ കൂടി മാസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കും. അതിനു മുൻപായി സ്റ്റാർ സിംഗർ സീസൺ 10 സംപ്രേഷണം ചെയ്യാൻ ഒരുങ്ങുന്നു. ബിഗ് ബോസ്, സ്റ്റാർ സിംഗർ എന്നിവയുടെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പ്രോഗ്രാം നടക്കുന്ന സമയത്തെക്കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ബിഗ് ബോസ് നടക്കുന്നത് ഫെബ്രുവരിക്കും ജൂലൈക്കും ഇടയിലുള്ള ഏതെങ്കിലും 100ഓളം ദിവസങ്ങളിലായിരുന്നു. ഇതല്ലാതെ മറ്റു സമയങ്ങളിലും ബിഗ് ബോസ് മലയാളം നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനം ഓണക്കാലവുമായി ബന്ധപ്പെട്ട സമയത്താണ്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഇതിൽ ഏത് സമയമാണ് നിങ്ങൾക്ക് ഏറെ സൗകര്യപ്രദമായി തോന്നിയത് എന്ന് കമന്റ് ചെയ്യൂ. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ആരംഭിച്ചാൽ ഷോ നടക്കുന്നത് മധ്യവേനൽ അവധിക്കായിരിക്കും. അതിനു മുൻപുള്ള കുട്ടികളുടെ പൊതുപരീക്ഷകളും വർഷാവസാന പരീക്ഷകളും ഒക്കെ ഉണ്ടാകും. ഒരു കൂട്ടം കുട്ടികൾക്ക് എൻട്രൻസ് പരീക്ഷകളും മറ്റുമുണ്ടാകും. ഇതെല്ലാം ഉള്ള വീടുകളിലുള്ളവർക്ക് ബിഗ് ബോസ് ആസ്വദിക്കാൻ ഒരു പരിധിവരെ തടസ്സമായി വന്നിരിക്കാം. ഈ കാലയളവിൽ നീണ്ട യാത്രകൾ പ്ലാൻ ചെയ്യുന്നവരുമുണ്ടാകാം. അതേസമയം അവധിക്കാലമായതിനാൽ കുട്ടികൾക്കും മറ്റും ലൈവ് ടെലികാസ്റ്റ് ഉൾപ്പെടെയുള്ളവ കാണാൻ സമയവും സാഹചര്യവും ഉണ്ടാകും എന്ന ഒരു പ്രത്യേകത മറുവശത്തുണ്ട്. വിഷുവും ഈസ്റ്ററും ലാലേട്ടന്റെ ബർത്ത്ഡേയും എല്ലാം ഈ സമയപരിധിയിൽ തന്നെയാണ് എന്നത് മറ്റൊരു സന്തോഷം. എന്നാൽ ഓണക്കാലത്തായാൽ വർഷാവസാന പരീക്ഷയുടെ തിരക്കുകളും മറ്റു പരീക്ഷാ പേടികളും കുറെയൊക്കെ കുറവുണ്ട് എന്ന് തന്നെ കരുതാം. ഓണം ബിഗ് ബോസിനോടൊപ്പം ആഘോഷിക്കുകയും ചെയ്യാം. ഇങ്ങനെ തുടങ്ങി നിരവധി പ്രയോജനങ്ങളുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ അതിൻ്റെതായ പല പോരായ്മകളുമുണ്ട്. നിങ്ങൾക്ക് ഏത് സമയമാണ് കൂടുതൽ ഇഷ്ടമെന്നും എന്തുകൊണ്ടാണതെന്നും കമന്റ് ചെയ്യൂ. ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.